إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, രഹസ്യവും പരസ്യവും അറിയുന്ന, ഒരാളോടും അനീതി കാണിക്കാതെ നീതിപൂർവമായി വിചാരണ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ 25 സൂറത്തുകളിൽ 63 ആയത്തുകളിലായി 69 സ്ഥലത്ത് പേര് പറയപ്പെട്ട പ്രവാചകൻ വിശ്വാസികളുടെ ജീവിതത്തിൽ എന്നും അവർ നിർബന്ധപൂർവം ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ മകനും പടുത്തുയർത്തിയ കഅബാലയത്തിലേക്ക് തങ്ങളുടെ അധ്വാനത്തിൻ്റെ ലക്ഷങ്ങൾ മുടക്കി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഹജ്ജ് നിർവഹിക്കാൻ യാത്ര പുറപ്പെട്ടവരും പുറപ്പെടാൻ ഒരുങ്ങിയവരുമൊക്കെയുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായി ഹജ്ജ് നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രവാചകൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും യഹൂദികളും നസ്രാനികളുമൊക്കെ ഒരേപോലെ അവകാശവാദം ഉന്നയിച്ചു. അത് ഞങ്ങളുടെ നബിയാണ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളാണ് എന്നു പറയാൻ. യഹൂദികളോടും നസ്രാക്കളോടും അള്ളാഹു ചോദിച്ചു, അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് കാനൂ ഹൂദൻ ഔ നസ്വാറ, നിങ്ങൾ ഞങ്ങളുടെ ആളാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇബ്രാഹിം നബി നിങ്ങളുടെ ആളാകും? കാരണം യാ അഹ്ലൽ കിതാബി ലിമ തുഹജ്ജൂന ഫീ ഇബ്രാഹീം വമാ ഉൻസിലത്തിത് തൗറാത്ത് വൽ ഇൻജീല ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. ആ പ്രവാചകന് ശേഷമല്ലേ തൗറാത്തും ഇൻജീലും ഒക്കെ വന്നിട്ടുള്ളൂ, പിന്നെ ഇബ്രാഹിം നബി പിന്നെ എങ്ങനെ നിങ്ങളുടെ ആളാകുമെന്ന്? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളോടും കൂടി പറഞ്ഞു, ഇബ്രാഹിം നബി നിങ്ങളുടെ ആളല്ല എന്ന്. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യം വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. തൻ്റെ വിഗ്രഹമടക്കം കഅബാലയത്തിൽ ഉണ്ടാക്കിയ ആളുകളുടെ ആളുമല്ല അദ്ദേഹം. പിന്നെ ആരുടെ ആളാണ് ഇബ്രാഹിം നബി എന്നോ? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ الذين اتبعوه وآذى النبي والذين آمنوا والله ولي المؤمنين. ഈ പ്രവാചകൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകൻ്റെ അനുചരന്മാരുടെ ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു.
ചില കുടുംബങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതുപോലെ ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹം വആല ഇബ്രാഹിം വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇമ്രാൻ കുടുംബത്തെയും നൂഹിനെയും ആദമിനെയും ഒക്കെ തിരഞ്ഞെടുത്തതുപോലെ ഇബ്രാഹിമിൻ്റെ ഫാമിലിയെ അള്ളാഹു തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ആ പ്രവാചകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ നിൻ്റെ സമാധാനം നൽകണേ. ഏതുപോലെയാണ് ആദ്യം നൽകിയതൊക്കെയാണ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് നൽകിയതുപോലെ വബാരിക് അലാ മുഹമ്മദ്, ഞങ്ങളുടെ പ്രവാചകൻ ഈ ബറക്കത്ത് ചൊരിയണം. ഏതുപോലെ ആദ്യം നീ അത് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് നൽകിയതുപോലെ എന്ന് നമ്മൾ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. 5 വക്ത നിസ്കാരങ്ങളിൽ അവസാനത്തെ തഹയ്യാത്തിൽ നമ്മൾ നിർബന്ധപൂർവം അത് ചൊല്ലിയത്. രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്റുകളിൽ കാണാം അസ്ബഅന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്താണ് അതെന്ന്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം എന്ന് കാണാൻ പറ്റും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അഅറാബിയ ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ ഖൈറൽ ബരിയ, പടപ്പുകളിലെ ഏറ്റവും നല്ല മനുഷ്യ എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വിനയം കൊണ്ട് അവിടുന്ന് തിരിച്ചു പ്രതികരിച്ചു, ദാക ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഇബ്രാഹിം നബിയാണെന്ന്. ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള പറഞ്ഞു, ഖൈറുൽ ബരിയ, അത് ഇബ്രാഹിം നബിയാണ് എന്ന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വിവേകമുണ്ടായിരുന്നു എന്ന്. ചില കുട്ടികളെയൊക്കെ പറ്റി പറയും പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പക്വതയുണ്ടായിരുന്ന വലക്കദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദാ മിൻ ഖബൽ വകുന്നാ ബിഹി ആലിമീൻ. ഇബ്രാഹിമിന് ഞാൻ ചെറുപ്പത്തിലെ തൻ്റെ ഇടം കൊടുത്തു, വിവേകം കൊടുത്തു. എന്താ അദ്ദേഹത്തിൻ്റെ വിവേകം അറിയോ? സിമ്പിളായി ഖുർആൻ പറഞ്ഞു തന്നു, ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആഖിഫൂൻ. നാട്ടിൽ വിഗ്രഹം ഉണ്ടാക്കണ ഉപ്പനോട് ചോദിച്ചു, ഉപ്പ ഇതെന്ത് കഥയാണ് ഈ വിഗ്രഹങ്ങളെ മുമ്പിൽ എന്ന് ഉപ്പയോട് ചോദിക്കാൻ മാത്രമുള്ള വിവേകം അദ്ദേഹത്തിന് കൊടുത്തു. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകം എന്താ അറിയോ? അദ്ദേഹത്തിന് ഇഹലോകത്തും പരലോകത്തുമുള്ള കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി പൂർത്തീകരിച്ചു കൊടുത്തു എന്നാണ്. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ കഥ പറയുന്നിടത്ത് സൂറത്ത് യൂസുഫിൽ കാണാം, വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഹ്വീലിൽ അഹാദീസ് വയുതിമ്മ നിഅമതഹു അലൈക വഅലാ ആലി യാഖൂബ് കമാ അതമ്മ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വഇസ്ഹാഖ് ഇന്ന റബ്ബക അലീമുൻ ഹകീം. യൂസുഫ്, നിനക്ക് സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനൊക്കെ ഞാൻ പറഞ്ഞു തന്നു, നിനക്കെല്ലാം പൂർത്തീകരിച്ചു തന്നു, നിന്റെ പിതാവിന് ചെയ്തതുപോലെ കമാ അതമ്മ അലാ അബവൈക മിൻ ഖബ്ൽ, അതിന് മുമ്പ് ആർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്? നിന്റെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. നാലാമത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ദറജകൾ ഉയർത്തിക്കൊടുത്തു എന്നാണ്. വതിൽക ഹുജ്ജതുനാ ആതൈനാ ഇബ്രാഹീമ അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം. ദുനിയാവിലും പരലോകത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ദറജകൾ അല്ലാഹു തആല ഉയർത്തിക്കൊടുത്തു. കാലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടും നിർബന്ധപൂർവ്വം നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തിയതാണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, അഞ്ചാമത്തെ പ്രത്യേകത, അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. സത്യസന്ധനായ പ്രവാചകനാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ കസീറു സിദ്ഖ് വഹുവ സാദിഖുൻ ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. ജീവിതത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സകല ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സത്യപ്പെടുത്തുന്നവനായിരുന്നു എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചില വിശേഷണങ്ങൾ ഒരായത്തിൽ തന്നെ അല്ലാഹു തആല ഒരുപാട് പറഞ്ഞു. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രികീൻ
ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, ഒരു സമൂഹമായിരുന്നു. ഒരു സമൂഹം ചെയ്യേണ്ട പണി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിരുന്നു എന്ന്. ഫഹുവൽ ഇമാമുല്ലദി യുഖ്തദാ ബിഹി, ഒരു ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന പണി അദ്ദേഹം ചെയ്തു. മുഅല്ലിമുൽ ഖൈർ, ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ഇമാമൻ ജാമിഅൻ ലിഖിസാലിൽ ഖൈരി ഹാദിയൻ മുഹ്തദിയ, സകല സന്മാർഗങ്ങൾക്കും മാർഗം കാണിക്കുന്ന ഏകനായ ഒരു വ്യക്തി ഉമ്മത്തായി മാറിയിരുന്നു എന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു ഖാനിത്തൻ എന്ന് പറഞ്ഞാൽ ഖാശിഉൽ മുതീഉ, അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി കീഴൊതുങ്ങുന്ന ഖാനിത്തായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഹനീഫ, ഋജു മനസ്കനായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ അൽ മുൻഹരിഫു ഖസ്ദൻ അനി ശിർഖി ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി തൗഹീദിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവൻ. അതെങ്ങനെയാണ്? മുഖ്ബിലൻ അലല്ലാഹി ബിൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടും അങ്ങേയറ്റത്തെ സ്നേഹത്തോടും കൂടിയായിരുന്നു എന്നാണ്. അദ്ദേഹം ശാക്കിറായിരുന്നു. തനിക്ക് കിട്ടിയ ഖായിമൻ ബിശുക്രി നിഅമില്ല, തനിക്ക് കിട്ടിയ നിഅമത്തുകൾക്കൊക്കെ അദ്ദേഹം നന്ദി കാണിക്കുന്നവനായിരുന്നു. അങ്ങനെ നന്ദി കാണിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് എന്താ കൊടുത്തറിയോ? വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ദുനിയാവിൽ അള്ളാഹു അദ്ദേഹത്തിന് ഹസനത്ത് കൊടുത്തു, പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. എന്താണ് അദ്ദേഹത്തിന് ലഭിച്ച ഹസനത്ത്? ഒരുപാട് പ്രയാസങ്ങളാണല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കഥകൾ പറയുമ്പോൾ. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു റിസ്ഖൻ വാസിഅ, വിശാലമായ ഉപജീവനം കൊടുത്തു. വസൗജതൻ ഹസന, നല്ലൊരു ഇണയെ കൊടുത്തു. വദുരിയതൻ സ്വാലിഹീൻ, നല്ല മക്കളെ കൊടുത്തു. വഅഖ്ലാഖൻ മർലിയ, നല്ല സ്വഭാവം കൊടുത്തു. ഇതൊക്കെയാണ് ദുനിയാവിൽ അദ്ദേഹത്തിന് കിട്ടിയത്. അതാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പരലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന് കൂടി കാണാൻ പറ്റും. അദ്ദേഹത്തിന് 11ാമതായി അദ്ദേഹത്തിൻ്റെ വിശേഷണം മുസ്ലിമായിരുന്നു എന്നാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പൂർണ്ണമായി കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങി എന്നാണ്. 12ാമതായി അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം നമുക്ക് കാണാൻ പറ്റുന്നത് അതിഥികളെ ആദരിക്കുന്ന ആളായിരുന്നു എന്ന്, അതിഥികളോട് മാന്യമായി പെരുമാറുമായിരുന്നു എന്ന്. ഹൽ അതാക ഹദീഥു ളൈഫി ഇബ്രാഹീമൽ മുക്റമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ലൂത്ത് നബിൻ്റെ ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടി മലക്കാൾ വരികയാണ്. മനുഷ്യകോലത്തിലാണ് വരുന്നത്, മനസ്സിലായിട്ടില്ല. ലൂത്ത് ഇബ്രാഹിം നബിൻ്റെ അടുക്കൽ വന്നു, കയറിയിരുന്നു, സലാമൊക്കെ പറഞ്ഞു കയറിയിരുന്നു. തടിച്ചൊരു പശുക്കുട്ടിയെ അറുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ റെഡിയാക്കി ഫുഡ് ഇങ്ങനെ കൊടുത്തപ്പോൾ അവർ തിന്നണില്ല. മലക്കാളല്ലേ, മലക്കാൾക്ക് പറ്റുമോ? മനുഷ്യന്മാരെ പോലെയല്ലല്ലോ. നല്ല ഇറച്ചി കൊണ്ടുവന്നെടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ഒരു പേടിങ്ങനെ തിന്നപ്പോ ഫഖറബഹു ഇലൈഹിം ഫഖാല അലാ തഅകുലൂൻ, നിങ്ങളെന്താ തിന്നാത്ത, നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. ഫഔജസ മിൻഹും ഖീഫ ഖാലൂ ലാ തഖഫ് ഫബശർനാഹു ബിഉലാമിൻ അലീം. നമുക്ക് വേണ്ട, പേടിക്കണ്ട, ഞങ്ങൾ ഇന്നൊക്കെ ആവശ്യത്തിന് വന്നാണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും എന്ന് കൂടി പറയാൻ വന്നതാണ്. ആ സന്തോഷ നേരത്തെ ഫഖബലത് ഇംറഅതഹു ഫീ സർറത്തിൻ ഫസഖത് വജ്ഹഹാ വഖാലത് അജൂസുൻ അഖീം. വന്ധ്യയായ കിളവിയായ അങ്ങേയറ്റം വയസ്സായി പ്രസവിക്കാതെ എനിക്ക് ഇനിയൊരു കുട്ടിയോ എന്നവൾ ചോദിക്കാണ്. അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷം. അവിടെ അതിഥികളെ മുൻപരിചയമല്ല, അവരെ വന്ന ആൾക്കാരെ എത്ര മാന്യമായി പരിഗണിച്ചു എന്ന് നോക്കും. 13ാമത്തെ എന്തറിയും, അദ്ദേഹം ബൈത്തുൽ മഅ്മൂർ, ആകാശലോകത്തെ കഅബക്ക് പറയുന്ന പേരാണ് ബൈത്തുൽ മഅ്മൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ 7ാമത്തെ ആകാശത്ത് കണ്ടു. അദ്ദേഹം മുസ്നിദൻ വഹ്റഹു ഇലൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന്. 14ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹമാണ് ആദ്യമായി പരലോകത്ത് വസ്ത്രം ധരിപ്പിക്കപ്പെടുക. 15ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്റാ ബി ഫഖാൽ യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി സലാം. നബിക്ക് സലാം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് നമുക്കൊക്കെ സലാം പറഞ്ഞയച്ച ഒരു പ്രവാചകൻ കൂടിയാണ് അദ്ദേഹം. 16ാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അള്ളാഹു അദ്ദേഹത്തെ ചങ്ങാതിയായി സ്വീകരിച്ചു എന്നാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, അള്ളാഹു ഇബ്രാഹീമിനെ ചങ്ങാതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ഫഇന്നല്ലാഹ തആല ഖദ് ഇത്തഖദനി ഖലീല കമ ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല.
അള്ളാഹു ഇബ്രാഹിം നബിനെ ചങ്ങാതിയാക്കിയതുപോലെ എന്നെ ചങ്ങാതിയാക്കിയിരിക്കുന്നു. വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖദതു അബൂബക്കറിൻ ഖലീല. റബ്ബല്ലാത്തൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാനത് സ്വീകരിക്കുമായിരുന്നു എന്ന്. 17-ാമത്തേത് അദ്ദേഹത്തിന് അള്ളാഹു ചില വിശേഷണം കൊടുത്തു. സഹനശീലൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞത്. ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്. അദ്ദേഹം സഹനശീലനായിരുന്നു. സഹനശീലൻ എന്ന് പറഞ്ഞാൽ ദുഖുലുഖിൻ ഹസനിൻ വസഅത്തി സ്വദർ, വിശാലമായ ഹൃദയമുള്ള, എല്ലാവരെയും ചേർത്ത് പിടിക്കാവുന്ന, ജാഹിലുകളോട് ദേഷ്യം വരുമ്പോൾ ദേഷ്യം ഒതുക്കുന്നവനെന്നാണ് സഹനശീലൻ എന്ന് പറഞ്ഞാൽ. ഇനിയോ അദ്ദേഹം അനുകമ്പയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് വിനയത്തോടെ ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. അദ്ദേഹം മുനീബായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ച് അവനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവനായിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, വ ഇബ്രാഹിം അല്ലദീ വഫ, സകല കരാറുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടിക ബാക്കി വെച്ച് പോയി എന്നല്ല പറഞ്ഞത്, എല്ലാം പൂർത്തീകരിച്ചു പോയി എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അദ്ദേഹത്തെ ഇമാമാക്കി തന്നത്. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا يَنَالُ عَهْدِي الظَّالِمِينَ. തൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഇബ്തല ഇബ്രാഹിം റബ്ബഹു ബികലിമാത്ത്, കലിമാത്തുകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷിച്ചപ്പോൾ എല്ലാം പൂർത്തീകരിച്ചു. ഖാൽ, എങ്കിൽ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ ഇമാമാക്കി തരുന്നു എന്നാണ്. ആ ഇമാമാക്കി തന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞത്. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. നബിയെ, അള്ളാഹ് പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇബ്രാഹിം നബിൻ്റെ മാർഗം പിൻപറ്റണം. ആര് പറഞ്ഞു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതാണ് ശരിയായ മാർഗം. ഏത്? ഇബ്രാഹിം നബിൻ്റെ മാർഗം എന്നാണ്. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. എൻ്റെ റബ്ബ് എനിക്ക് ശരിയായ റൂട്ട് കാണിച്ചു തന്നു. അതാരുടെ റൂട്ടാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ റൂട്ടാണ്. ജയിലിൽ കടന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞതറിയോ? വത്തബഅതു മില്ലത ആബാഹി ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ്. എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ ഒക്കെ മാർഗമാണ്, സരണിയാണ്, മില്ലത്താണ്, റൂട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന്. ആ മാർഗമാണ് ശരിയായ മാർഗം. വമൻ യർഅബു അൻ മില്ലതി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഅ നഫ്സാ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ആ മാർഗം സ്വീകരിക്കാത്തവരൊക്കെ നഷ്ടത്തിലാണ്. സ്വന്തം മൂഢന്മാരല്ലാത്തവരൊന്നും ആ മാർഗത്തിൽ നിന്ന് അകന്നു നിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ബഖറൻ്റെ 130 ആയത്തോതി പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ അല്ലാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സങ്കടകരമായൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. സൂറത്ത് ശുഅറയിൽ കാണാം, വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആരെ പ്രാർത്ഥിച്ചോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇനിയും പറയാനുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, റബ്ബേ ഖിയാമത്ത് നാളിൽ നീ എന്നെ മാനം കെടുത്തരുതേ, അപമാനിക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ഋജുവായ മനസ്സോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടിയവർക്കല്ലാതെ. ഇബ്രാഹിം നബിക്ക് പോലും പരലോകത്തിൻ്റെ വിഷയത്തിൽ പേടിയുണ്ടായിരുന്നു. എങ്കിൽ സുഹൃത്തുക്കളെ നമുക്കും പേടിക്കണം. അതുകൊണ്ട് ഇബ്രാഹിം നബി എന്ത് ചെയ്തറിയോ? അള്ളാഹ് എന്തു പറഞ്ഞാലും കേൾക്കാൻ റെഡിയായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്തറിയോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തതുപോലെ ബലിയർക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകൻ അറക്കാൻ റെഡിയായി. നമ്മളോട് ആരുടെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് ഒരു മൃഗത്തെ അറക്കാനാണ്, അതിൽ ഷെയർ ചേരാനാണ്, അതിൻ്റെ ഭാഗമാകാനാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി മകനെ കൊടുക്കാൻ റെഡിയായിട്ടുണ്ടെങ്കിൽ
നമുക്ക് പറ്റില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പുനർവിചിന്തനം നടത്തുക. എന്നെ കൊണ്ടെന്തായാലും പറ്റും, എൻ്റെ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒന്നിനും പറ്റൂല, ദുനിയാവിലെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് എന്തിനെങ്കിലും പറ്റുമോ? ഒന്നിനും പറ്റൂല. പക്ഷേ വമന്നറാദല്ലാഹിറ, പരലോകത്തെ ആഗ്രഹിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു ദുനിയാവും പരലോകവും എളുപ്പമാക്കി തരും. സുഹൃത്തുക്കളെ, ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ബലികർമ്മം തന്നെയാണ്. അതിൽ ഞാനുണ്ടോ, എനിക്കതിന് പറ്റുമോ എന്ന് എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഞാൻ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനിലേക്ക് ഏറ്റവും അടുക്കുന്ന നല്ലവരായ ആബിദീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വമൻ വാല. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പവിത്രമായ 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നീട് ഇടയിൽ വരുന്ന റജബ്. ഇന്ന് ദുൽഖഅദ 27 ഒരു പക്ഷേ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹിജ്ജയാകും. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിൽ, പകലുകളിൽ ഒന്നാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. വൽ ഫജർ വലയാലിൻ അശർ വശഫഇ വൽ വതർ എന്നൊക്കെ പറയുന്നിടത്ത് കാണാൻ പറ്റും. അവിടെ ഒറ്റയും ഇരട്ടയും ഏതാണ് എന്നും ആദ്യത്തെ 10 ദിനങ്ങളിൽ, പകലുകളിൽ ശ്രേഷ്ഠമായത് അത് ദുൽഹിജ്ജയിലേതാണ് എന്നൊക്കെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ളൊരു പ്രവർത്തനവും അല്ലാഹ്ക്കില്ല, ഇഷ്ടമല്ല. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, എങ്കിൽ ജിഹാദോ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദും ഇല്ല. ഒരൊറ്റ ഇതുണ്ട്, ഒരു നിബന്ധന വെച്ചു, ഇല്ല റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യൻ അയാളെ പണം കൊടുത്തുപോയി, ശരീരം കൊടുത്തുപോയി, പക്ഷെ തിരിച്ചു വന്നില്ല, എങ്കിൽ അയാൾക്കാണ് ശ്രേഷ്ഠത. അത് അയാൾ സ്വത്തും കൊടുത്തു, അല്ലെങ്കിൽ ശരീരം മാത്രം കൊടുത്തു പോയാൽ കൂട്ടൂല, ശരീരവും പൈസയും കൊടുത്തു പോയി യുദ്ധത്തിൽ മരിച്ചു, തിരിച്ചും വന്നില്ല, എങ്കിൽ അയാൾക്കാണ് ശ്രേഷ്ഠത എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ദിനങ്ങളിൽ പ്രത്യേകം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അതിൽ എല്ലാ നല്ല കാര്യങ്ങളും എന്ത് ചെയ്യുക, ചെയ്യും. അതിൽ പെട്ടതാണ് ഒന്ന് ബലി അറുക്കുക എന്നുള്ളത്. അവിടെ ഒരു ഹദീസ് പ്രത്യേകം ബലി അറുക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ദുൽഹിജ്ജ മാസം കണ്ടാൽ പിന്നെ ബലി അറുത്ത് തീരുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല, മുടി നഖൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് മിക്കവാറും കണ്ടാലേ പറയാൻ പറ്റുള്ളൂ, എന്നാലും മിക്കവാറും തിങ്കളാഴ്ചയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ബലി അറുക്കുന്നവർ ഇന്ന് 27, നാളെ 28, മറ്റന്നാൾ 29 കണ്ടാൽ ഇപ്പം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബലി അറുക്കുന്നവർ പിന്നെ അറുത്ത് കഴിയുന്നത് വരെ ചെയ്യാൻ പാടില്ല. ഈ ഒരാൾ 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ദുൽഹിജ്ജ 3-നൊക്കെ തീരുമാനം എനിക്ക് ബലി അറക്കാൻ പറ്റും, അതിൻ്റെ മുമ്പ് അയാൾ ചെയ്താൽ കുഴപ്പമില്ല, ആ സമയം മുതൽ എന്ത് ചെയ്താൽ മതി, അയാളത് ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഒരു ഏകദേശം പെരുന്നാളൊക്കെ മെയ് അവസാനത്തിൽ വരുമ്പോൾ ഈ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂലിയുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരു ഭാഗത്ത് പെരുന്നാൾ വരിക, അതേ സമയത്ത് സ്കൂളും മദ്രസകളൊക്കെ തുറക്കുക, ബാഗ്, കൊട, യൂണിഫോം, ബുക്ക്, ഇങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ട ഘട്ടങ്ങൾ, പെരുന്നാളും സ്കൂൾ ഓപ്പണിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത ഒരു 2-3 കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയം. അപ്പം നമ്മൾ ഈ സമയത്ത് നിന്ന് എല്ലാ കാര്യവും എന്താണ്, പുണ്യകരമാണ്. അതിൽ ഇതും കൂടി എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെയുള്ളവർ, സഹപ്രവർത്തകർ, അയൽവാസികൾ, ബന്ധുക്കൾ, ഇവരിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളഅഫായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അല്ലാഹു തആല ഉപജീവനം തരുന്നത് നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളെ സഹായിക്കുമ്പോഴാണ്. നമുക്കിടയിൽ അങ്ങനത്തെ ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഒരുമിച്ച് കുറേ കാര്യങ്ങൾ വരുന്ന, ഒരേപാട് കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ഒരുമിച്ച് വന്ന, വെക്കേഷനൊക്കെ പാട് ഒരുമിച്ച് വന്നൊരു സമയമെന്ന നിലക്ക് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കാലമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളാണ് എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും ഒക്കെ ചേർത്ത് പിടിക്കേണ്ടത്. അതിന് വലിയ പ്രതിഫലങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. മദീനത്തെ മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളൊക്കെ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകരുത്. മറ്റുള്ളവരെ ചേർത്തു പിടിച്ച്
കൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കുക. എല്ലാ നല്ല കാര്യങ്ങളും ഈ 10 ദിവസങ്ങളിൽ ചെയ്യാം. അതിൽ സുന്നത്ത് നോമ്പുകളാവാം, അറഫയുടെ നോമ്പ് പ്രത്യേകിച്ചുണ്ട്. അല്ലാത്ത ദിവസങ്ങൾ സുന്നത്ത് നോമ്പ്, തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ഒക്കെയായി നിരന്തരമായി നന്മകൾ ചെയ്യാവുന്ന ഒരു 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 പകലുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രാത്രികളിൽ റമദാനിൻ്റെ അവസാനത്തെ രാത്രിയാണ് ശ്രേഷ്ഠം. പകലുകളിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഈ ദിനങ്ങളെ നല്ല മനസ്സോടുകൂടി കണ്ടെത്താൻ പറ്റണം. ഈ നിൽക്കുന്ന സമയവും അത്ര മോശമൊന്നുമല്ല, പവിത്രമാണെന്ന് അള്ളാഹു പറഞ്ഞ ദുൽഖഅദയിലാണ്. അള്ളാഹു ഖുർആനിൽ പവിത്രമെന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ്. തൊട്ടടുത്തൊരു ദുൽഹിജ്ജയാണ്. ഇതൊക്കെ പവിത്രമായ സമയങ്ങൾ തന്നെയാണ്. അതിലേറ്റവും നല്ല സമയം എന്ന നിലക്ക് ആണ് നമ്മൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിനങ്ങളെ കാണേണ്ടത്. ആ ദിനങ്ങളെ കാണുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയൊരു അധ്യയന വർഷത്തിൽ കുട്ടികളെയൊക്കെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുമ്പോൾ ഒരിക്കലും അവർക്ക് പരലോകം നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പിക്കണം. മദ്രസ സംവിധാനങ്ങൾ തുറക്കുന്നുണ്ടാകും, പോസ്റ്ററുകളും നോട്ടീസുകളൊക്കെ നമ്മളെ മുമ്പിൽ വരും. അവിടെ നമ്മുടെ മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസം കൂടി കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് ദുനിയാവ് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞിടത്തൊന്ന് കൊടുത്തത് നല്ല മക്കൾ എന്നാണ്. നല്ല മക്കളെ ചേർത്തു പിടിക്കാനുള്ള സാഹചര്യങ്ങളാണ് മദ്രസ സംവിധാനങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ മസ്ജിദിൽ ഒരുമിച്ചതുപോലെ അള്ളാഹു സ്വർഗ്ഗത്തിലും നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും ഏകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله أقيموا الصلاة